മുതിർന്നവർക്ക് ഇപ്പോൾ എണ്ണ കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി നമുക്ക് ഈ രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം ചൂടായി വരുമ്പോഴേക്കും അര ടീസ്പൂൺ എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കാൻ വേണ്ടിയുള്ള രണ്ട് മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളിക്ക, സവോള, ഇത്രയാണ് ഞാൻ ചേർക്കുന്ന പച്ചക്കറികൾ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേറെ വേണമെന്നുള്ളവർക്ക് വേറെ പച്ചക്കറി ഞാൻ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയാണ് ചേർക്കുന്നത്. എന്നിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ ഇത് അടച്ചു വെക്കുവാണെന്നുണ്ടല്ലോ, ഇത് നന്നായിട്ട് പെട്ടെന്ന് വഴരും. ഈ തക്കാളിക്കയുടെ നീരൊക്കെ ചേർന്ന് നമുക്ക് എണ്ണ കുറവായതുകൊണ്ട് അങ്ങനെ ഇതിൻ്റെ നല്ലോണം വഴന്നങ്ങ് കിട്ടും. പിന്നെ നമുക്ക് ഇച്ചിരി പച്ചമുളകും ചേർക്കാവുന്നതാണ്, ആവശ്യത്തിന് എരിവിനനുസരിച്ച് വേണ്ടവർക്ക്. പിന്നെ കറിവേപ്പില ഇടേണ്ടവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും ചേർത്ത് ഇത് കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഇപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്തായാലും മഞ്ഞൾപ്പൊടി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ എന്തുമാത്രം റവ എടുക്കുന്നോ ഉപ്പുമാവിനുള്ള അതനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് ഞാൻ വെള്ളം ചേർത്തു. ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ലൂസ് റവ നമ്മൾ വീട്ടിൽ മേടിച്ചിട്ട് നമ്മൾ തന്നെ വറുത്ത് വെച്ചേക്കുവാണ്. പാക്കറ്റ് റവ നമ്മൾ ഈ വറുത്ത റവ മേടിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ ലൂസ് റവ മേടിച്ചുണ്ടാക്കിയാൽ. അല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്നോട് കമൻറ്റും പറയണം കേട്ടോ, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്യണം. പച്ചക്കറി എല്ലായിടത്തും പിടിക്കണം. അതുപോലെ ഇത് അടുക്കി പിടിക്കാതിരിക്കാനും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ് തേങ്ങ. കാരണം നമ്മൾ ഒന്നാമത് എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തേങ്ങ ചിരണ്ടി ഇടാവുന്നതാണ്. കാരണം പച്ചയ്ക്ക് തേങ്ങ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഗുണകരവുമാണ്. നമ്മൾ പിന്നെ വേണ്ടവർക്ക് വേണ്ടവർക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെള്ള എള്ള് ഇടുന്നുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കുക, ഭയങ്കര ടേസ്റ്റാണ്.